ഹലോ ഗൈസ്, എല്ലാവർക്കും അഞ്ച് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നു കഴിച്ച് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ട്. അപ്പോൾ കഴിച്ച് നമ്മുടെ നാട്ടിലൊരു പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് കഴിച്ച്, നമ്മുടെ ജുറാസിക് പാർക്ക് എന്നാണ് കേട്ട്. അപ്പോൾ കഴിച്ച് അധികം ആൾക്കാർ അങ്ങോട്ട് പോവാറില്ല കഴിച്ച്. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് അവിടെ കുറച്ച് ഡേഞ്ചറാണ്, അവിടെ പോയാലൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് ഇന്ന് അങ്ങോട്ടൊന്ന് പോയോക്കണം, എന്താണ് ഡേഞ്ചർ, അവിടെ ഡിനോസർ ഉണ്ടോ കഴിച്ച്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് കഴിച്ച്. ഡിനോസറൊക്കെ വംശനാശം സംഭവിച്ച് പോയതല്ലേ കഴിച്ച്. നമുക്ക് നമ്മുടെ ഏത് വണ്ടി എടുക്കാം കഴിച്ച്, നമ്മുടെ GTR, നമുക്കത് നമ്മുടെ താർ എടുക്കുക കഴിച്ച്. അതല്ലേ ട്രിപ്പിലൊരു വൈബ് കഴിച്ച്. ഏതായാലും നമ്മൾ കാട്ടുകൂടക്കല്ലേ പോണേ, അപ്പോൾ കുറച്ച് കുന്നുമലൊക്കെ കയറേണ്ട കഴിച്ച്, ഓഫ് റോഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ താറ് തന്നെ കഴിച്ച് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മോഡിഫൈഡ് താറ്. അപ്പോൾ കഴിച്ച് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കഴിച്ച് വേഗം സബ്സ്ക്രൈബ് വെച്ചോളൂ. ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക കഴിച്ച്. എന്നാലും കഴിച്ച് ആ പാർക്കിൽ എന്തായിരിക്കും ഇത്ര ഡേഞ്ചർ, പോയാലൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് കഴിച്ച്. നമുക്കതിന് പോയേക്കാം. നമ്മൾ കഴിച്ച് കുറേ ഗണ്ണൊക്കെ കൈ വെച്ചിട്ടുണ്ട് കഴിച്ച്. അങ്ങനെ വല്ല ഡേഞ്ചർ സംഭവിച്ചാൽ വല്ല അപകടവും സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് വേഗം ഗണ്ണെടുക്കാനാണ് ഗൈസ്. ഡിനോസേഴ്സ് ഒന്നും ഇല്ല ഗൈസ്. ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് എൻ്റെ നാട്ടുകാർ ഗൈസ് വെറുതെ നുണ പറയാണ് എന്നാണ് എൻ്റെ സംശയം ഗൈസ്. ഡിനോസേഴ്സ് ഒന്നും ഗൈസ് ഈ നാട്ടിലില്ല, അതൊക്കെ വെറുതെ. ആരും ജുറാസിക് പാർക്കിൽ ഗൈസ് വെറുതെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ പാർക്കിൽ ആരും ഡിനോസേഴ്സിനെ ഇറക്കുക ഗൈസ്, അത് കൊല്ലാനായിട്ട്. എന്നാലും ഗൈസ് നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയൊക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് അതാണ് തോന്നുന്നത് ഗൈസ് നമ്മുടെ ജുറാസിക് പാർക്ക്. ഞാൻ അതുവരെ ഗൈസ് ഇങ്ങനെ പാർക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നോക്ക്, കുറേ കാടൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇതൊന്നും അത്ര സീനില്ല ഗൈസ്, കുറേ മരങ്ങളും ഇതൊക്കെ ഗൈസ് ഓരോരുത്തർ വെറുതെ തള്ളി വിടണം ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ കവാടം കണ്ടുപിടിക്കണം. ഗൈസ് ഇതാണ് തോന്നുന്നത് കവാടം ഗൈസ്. ഇവിടെ നിന്ന് ഒറ്റൊരു മനുഷ്യൻ്റെ വണ്ടി പോലും ഇല്ല ഗൈസ്. ഒരു പാർക്കാണോ ഇത് ഗൈസ്, വല്ല പ്രേത ഹൗസിലും കയറണമായിരിക്കുന്നുണ്ട് ഗൈസ്. വാതിലൊക്കെ ഓട്ടോമാറ്റിക് തുറക്കുന്നു ഗൈസ്. ഇത്ര സെറ്റപ്പിലെ പാർക്കിൽ ആരും വരുന്നില്ല ഗൈസ്. എന്താണ് ജുറാസിക് പാർക്ക് വല്ല പ്രതിമകളും ഉണ്ടാക്കി വെച്ചിരിക്കും ഗൈസ്. എന്നിട്ട് ഓരോരുത്തർ ഓരോ അന്ധവിശ്വാസം കൊണ്ട് വന്നോളും. ഡിനോസർ കുനോസർ പറഞ്ഞിട്ട് ഗൈസ് ഈ നാട്ടിലുള്ള ഗൈസ് എല്ലാവരും പൊട്ടന്മാരാണ്. ഇതുവരെ പോയാലൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് വിശ്വസിക്കേണ്ടി വരില്ല ഗൈസ്. അതൊക്കെ അവരുടെ നുണ പറച്ചിലായിരിക്കും ഗൈസ്. ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ഗൈസ് ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിലെത്തി ഗൈസ് കുറച്ച് നേരം. എന്നിട്ടൊരു ഡിനോസർ പോയിട്ട് ഗൈസ് ഒരു പൂച്ചക്കുട്ടിയെ പോലും കാണാമല്ലേ. ഡിനോസർ അത്ര നമുക്ക് ഏതായാലും ഗൈസ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഗൈസ്. കുറേ നേരം ഡ്രൈവ് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ കാലിനും ഊരക്കൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും ഗൈസ്. അതൊന്നും നമ്മൾ സഹിക്കാൻ പാടില്ലല്ലോ ഗൈസ്. ആദ്യം ചുറ്റുമൊക്കെ നോക്കാം, വല്ല പൂച്ചക്കുട്ടിയോ എലിക്കുട്ടിയോ വല്ല തേങ്ങാക്കൊല ഉണ്ടോ നോക്കാം ഗൈസ്. ഏതാ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഗൈസ്. ഇതിവിടെ നടക്കാം, എന്നാലല്ലേ കാലൊക്കെ ഒന്ന് കൊയലൊക്കെ ഒന്ന് മാറും, ഒരു ഉഷാറ് വരുള്ളൂ ഗൈസ്. അതാണ് ഗൈസ്. നിങ്ങൾക്കറിയുന്ന നല്ല കിടക്കാച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് ഗൈസ്, കമൻറ്റ് അറിയിക്കുക, നമുക്കതും കളിച്ച് നോക്കാം. അതല്ലേ അതിൻ്റെ ഒരു രീതി ഗൈസ്. പിന്നെ ഗൈസ് എല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം ലൈക്ക് ചെയ്ത് വെച്ചോളൂ ഗൈസ്. എന്നാൽ അടിപൊളി വീഡിയോസൊക്കെ ഞാൻ വിടും ഗൈസ്. കുറച്ചൊരു ഫോണൊക്കെ നോക്കിയിട്ട് വെറുതെ രസം സമയം നോക്കാൻ എടുത്തതാണ് ഗൈസ്. 10 മണി ആയിട്ടുള്ളൂ. എന്നിട്ട് ഒരു ഡിനോസറും ഇല്ല, ഒരു മാങ്ങാത്തോലി ഇല്ല ഗൈസ്. കുറച്ച് ഗൈസ് ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഗണ്ണ് ഗൈസ്. നമുക്ക് കുറച്ച് സ്കോപ്പ് ചെയ്ത് നോക്കാം, വല്ല തേങ്ങാക്കൊലയും കാണുന്നുണ്ട് നോക്കാം. ദൂരത്തൊന്നും ഗൈസ് ഇല്ല, അത് ഫുൾ കാടാണ്. എത്ര ദൂരം പോകണമെന്നറിയില്ല ഗൈസ്. എന്നാലും ഗൈസ് ഇതുവരെ കയറിയിട്ട് ഡിനോസറിൻ്റെ പ്രതിമ പോലും കണ്ടില്ല. ഇതെന്ത് തേങ്ങയാണ് ഗൈസ്. ജുറാസിക് പാർക്ക് ആയിട്ട് ഒരു പ്രതിമ പോലും കാണാനില്ല. നമുക്കത് ഗൈസ് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കാടൊക്കെ ചുറ്റിക്കറങ്ങാം. വല്ലവരും കാണുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം ഗൈസ്, അതല്ലേ നല്ലത്. നമ്മൾ ജുറാസിക് പാർക്കിന് നേരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. അവിടെ എന്തോ ഗൈസ് ഒരു അനക്കം കണ്ടിന്യൂ വല്ല പൂച്ചക്കുട്ടിയും വണ്ടിയതായിരിക്കും ഗൈസ്. നമുക്ക് ഏതായാലും നോക്കാം ഗൈസ്. അവിടെ എന്തോന്ന് വരുന്നുണ്ട് ഗൈസ്, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്താ അറിയില്ല, ഒരു ക്രൂരമായ ശബ്ദം ഗൈസ്. വരുന്നത് എന്താണ്, അല്ല ഒരു ചെറിയ സാധനം വലിയ വാലും ഗൈസ്. അത് നല്ല സ്പീഡിലാണല്ലോ ഗൈസ്. നമുക്ക് ഏതായാലും അതിനെ കുത്തി തുറപ്പിക്കാം ഗൈസ്. അത് ഡിനോസറാണ് ഗൈസ്. ഗൈസ് ഒരു ഡിനോസർ അല്ലേ, വെറുതെ അല്ലേ ഗൈസ് പറയുന്നത്. ഇവിടെ പോയാലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഡിനോസേഴ്സ് ഉണ്ട്. ഇത് ഉണ്ടാക്കിയാൽ സമ്മതിക്കണം ഗൈസ്. ഉണ്ടാക്കിയിട്ട് വേഗം വണ്ടിക്കുക. വെറുതെ അല്ലേ ഗൈസ് പുറത്ത് ടിക്കറ്റിൻ്റെ ഓപ്ഷൻ ഒന്നും കാണാതെ. അയാൾ ഏതായാലും ഇത് ഉണ്ടാക്കി, ചിലപ്പോൾ അയാൾ മരിച്ചേക്കും, അല്ല അയാൾ വണ്ടിക്കും ഗൈസ്. അയാളൊക്കെ ജീവൻ കൊണ്ട് ഓടിപ്പോയിക്കും ഗൈസ്. നമുക്കിട്ട് വല്ല പണിയും തന്നതായിരിക്കും ഗൈസ്. നമ്മുടെ നാട്ടുകാർക്കിട്ട് വല്ല പണിയും തന്നിക്കും ഇത് ഉണ്ടാക്കിയ ആൾ. എന്നാലും ഗൈസ് ഡിനോസറൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഒന്നുള്ളൂ തോന്നുന്നു ഗൈസ്. ഡിനോസേഴ്സൊക്കെ അങ്ങനെ കിട്ടാറില്ല. എന്നാലും എങ്ങനെ ഗൈസ് ഇവിടെ ഡിനോസർ ഏതായാലും ഗൈസ് നമുക്കങ്ങനെ തീർക്കാം. ഞാനിവിടെ പേടിക്കേണ്ട ഗൈസ്, കാരണം ഞാനിവിടെ ഹീറോ ആണ്. അതുകൊണ്ട് നമുക്ക് ഡിനോസറിന് ഗൈസ് അവർക്ക് തീരെ സ്പീഡില്ല ഗൈസ്. അവൻ വളരെ പതുക്കിയാണ് വരുന്നത്. നമുക്കത് നമ്മുടെ സ്കോപ്പ് ഗണ്ണുണ്ട്, നല്ല സ്നൈപ്പറുണ്ട് ഗൈസ്. ബെഡ് വെച്ച് വീഴ്ത്താം. വരുന്നു ഗൈസ്. അവൻ്റെ വായ നോക്കി, അലാക്കിൻ്റെ പല്ല് ഗൈസ്. അവൻ വീണു ഗൈസ്. നമുക്ക് വേഗം ഓരോരുത്തർ പോയി അവൻ്റെ ഡെഡ് ബോഡി നോക്കാം ഗൈസ്. ഇത് ഏത് തരം ഡിനോസറാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഈ കാണുന്നത് എന്താ ഗൈസ്, മുട്ടയാണോ?
ഗൈസ് ഡിനോസറിൻ്റെ മുട്ടയല്ലേ ഗൈസ്. ഓ ഇതാണ് നേരത്തെ ഞാൻ അവിടെ കണ്ടിന് ഗൈസ്. ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ വല്ല കല്ലാണ് ഗൈസ് കരുതി. ഡിനോസർ ഇവിടെ മുട്ട കെട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ ഡിനോസേഴ്സ് ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം മുട്ട കെട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നാത്തൊന്നും ഞാൻ കണ്ടു ഗൈസ്, 1000 മുട്ട ഉണ്ടായിരിക്കും തോന്നുന്നു ഗൈസ്. ഡിനോസർ ഡിസ്പോൺ ആയി പോയല്ലോ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോകുക, അല്ലെങ്കിൽ വേറെ ഡിനോസർ വന്ന് ഗൈസ് നമ്മുടെ മാന്തും. അതിന് മുമ്പ് നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകണം ഗൈസ്. ഗൈസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗൈസ് ഇവിടെ കുറേ ഡിനോസേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഇപ്പോൾ വഴി എവിടെയെന്ന് പോലും ഗൈസ് മറന്നുപോയി. ഇതിപ്പോൾ ഇവർ ഉണ്ടാക്കിയാൽ വല്ല വഴിയും വരച്ചെന്നാൽ മതി ഗൈസ്. ഇതൊന്നും കാണില്ല, ഫുൾ കാടാണ്. ഞാനാണെങ്കിൽ കുറേ ഉള്ളിലേക്ക് വരും ചെയ്തു, ഇപ്പോൾ വഴിയും മറന്നു ഗൈസ്. ഇനി നമുക്ക് ഒന്ന് ചുറ്റി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും വഴി കാണുകയാണെങ്കിൽ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ തീരും. ഡിനോസേഴ്സ് ഇവിടെ കുറേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മളിതിൽ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ, ചെറുതുണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും തോന്നുന്നു ഗൈസ്. നമുക്ക് വേഗം വഴി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ സീനാണ് ഗൈസ്, ചത്തുപോകും. ഗൈസ് പിന്നെ ഒരു ഡിനോസറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഗൈസ്. ഇവിടുന്ന് എവിടുന്നോ ഒന്ന് കേൾക്കുന്നുണ്ട്, എവിടെയാണോ ഗൈസ്? ബാക്കിൽ നിന്ന് കാണാമല്ലോ ഗൈസ്. ഗൈസ് ഇതാ മുന്നേ തന്നെ ഗൈസ് ഡിനോസർ ഇതാ മണ്ടി വരുന്നു ഗൈസ്. ഇത് നേരത്തെ കണ്ടവൻ തന്നെയാണ് കൊണ്ട്, അതിൻ്റെ വേറെ ഗൈസ്. അവനെ കുത്തി കൊണ്ടുകൊണ്ട് ഗൈസ്, പക്ഷെ അവനക്ക് ഒരു മുറി പോലും പറ്റുന്നില്ല ഗൈസ്. അവനൊക്കെ വണ്ടിയുടെ ഒപ്പം വരുന്നു, വല്ല ഗാന്ധം പിടിച്ചായിരിക്കും ഗൈസ്. അവൻ കുറച്ച് തെറിച്ചിട്ടുണ്ട് ഗൈസ്. അതാ പിന്നെ വരുന്നു ഗൈസ്. വണ്ടിന് ഉന്താൻ നോക്കുന്നുണ്ട്, പക്ഷെ കയ്യൻ്റെ നമ്മുടെ സ്ഥാറിന് നേരം ഉന്താൻ പറ്റില്ല നിനക്ക് ഗൈസ്. നമുക്ക് ഇറങ്ങി നോക്കാം. ഇവന് വണ്ടീൻ്റെ അവിടെ സ്റ്റക്കായോന്ന് അറിയില്ല ഗൈസ്. ഇറങ്ങുന്നതിലെ തോക്കെടുക്കുക, അതാണ് നല്ല ഗൈസ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ മാന്തി കൊല്ലും ഗൈസ്. മാന്താൻ തുടങ്ങി ഗൈസ്. നമ്മുടെ HP പോകുന്നു ഗൈസ്. നമ്മുടെ ജീവൻ നമുക്ക് ആകെ മുറിയാവുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് അവൻ്റെ പല്ല് നോക്കൂ, പല്ലും തേക്കൂല പിരാന്തം. ഒന്ന് പല്ല് തേച്ച് വന്നൂടെ, എന്നാലല്ലേ കടിക്കുമ്പോൾ ഒരു മണയിലും കിട്ടും. ഇതൊരു ചീന ഗൈസ്, ഒരു പല്ലേക്കാത്തൊരു സാധനം ഗൈസ്. നമുക്ക് വേഗം പോകാം ഗൈസ്. ഇനി ഡിനോസേഴ്സ് ഒന്നും ഇല്ലോണ്ട് ഗൈസ്. വഴിയും കാണാമല്ലോ ഗൈസ്. തേങ്ങ നമ്മുടെ വഴി അവിടെ സിറ്റിൻ്റെ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ വഴി ഇവിടെ എത്തിയിട്ടുണ്ടാകും ഗൈസ്. നമുക്ക് നേരെ വീട്ടിലേക്ക് എത്തണം. അങ്ങനെ ഗൈസ് കുറേ നേരം തപ്പി ഗൈസ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ നേരമായി ആ വഴി തപ്പുന്നു ഗൈസ്. ലാസ്റ്റ് കണ്ടു. ഇപ്പോഴാണ് ഗൈസ് സമാധാനം. മേത്താകെ മുറി പറ്റി ഗൈസ്. ഗൈസ് എന്നാലും അങ്ങോട്ട് പോയോലെ ഡെഡ് ബോഡി ഒന്നും ഞാൻ കണ്ടില്ല. ഡിനോസേഴ്സ് ഫുള്ള് തിന്ന് കാണും, കാരണം അവർക്ക് വിശക്കില്ല ഗൈസ്. നമ്മളേതായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ആരും അങ്ങോട്ട് പോയത് ഗൈസ്. രണ്ടെണ്ണത് ഞാൻ കൊന്നുകണി, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. കുറേ മുട്ടയും കണ്ടു ഗൈസ്. മുട്ട പൊട്ടിക്കാനും പറ്റിയില്ല, അപ്പോൾ എനിക്ക് ധൃതി പിടിച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.